കോൺഗ്രസിൽ ആകെ പെട്ടുപോയ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രമാണ്. അത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ്. സണ്ണി ജോസഫ് പല കാര്യങ്ങളിലും പാർട്ടിയെ സജ്ജമാക്കിയില്ല, അല്ലെങ്കിൽ പല രാഷ്ട്രീയ വിഷയങ്ങളും കയ്യിൽ വീണ് കിട്ടിയപ്പോൾ അതിനെ ആയുധമാക്കിയില്ല എന്ന പരിഭവമാണ് കോൺഗ്രസിലെ സണ്ണി ജോസഫ് വിരുദ്ധ പക്ഷത്തിനുള്ളത്. സണ്ണി ജോസഫ് വിരുദ്ധ പക്ഷം ആരാണെന്ന് ചോദിച്ചാൽ ഒന്നാമത് നിൽക്കുന്നത് കെ സുധാകരൻ തന്നെയാണ്. കെ സുധാകരന്റെ നോമിനി ആയിട്ടാണ് സണ്ണി ജോസഫ് KPCC അധ്യക്ഷനാകുന്നത് എന്നുള്ള കാര്യമൊക്കെ പകൽ പോലെ സത്യമാണ്. പക്ഷേ എന്തു ചെയ്യാം, സണ്ണി ജോസഫ് ഒരു അഴകുഴമ്പൻ മട്ടിലാണ് പാർട്ടിയെ നയിച്ചത് എന്ന പരിഭവം ഇപ്പോഴുണ്ട്. ഇലക്ഷന് നേരിടാൻ പോകുന്ന കനത്ത തിരിച്ചടിക്ക് ഉത്തരവാദിയും KPCC അധ്യക്ഷൻ മാത്രമായിരിക്കും. പ്രതിപക്ഷ നേതാവിന് അതിനകത്ത് റോളൊന്നും ഉണ്ടാവുകയില്ലെന്നും പറഞ്ഞ് വയ്ക്കുകയാണ് VD സതീശന് ഒപ്പമുള്ള ആളുകൾ. ഇനി പേരാമ്പ്രയിലെങ്ങാനും സണ്ണി ജോസഫ് തോറ്റുപോയാൽ തന്നെ അതിന് വലിയ ആഘാതമായി കരുതേണ്ടതില്ല. അത് അർഹിക്കുന്ന തോൽവി മാത്രമാണെന്ന വിലയിരുത്തലാണ് KPCCയിലെ ഭൂരിഭാഗം ആളുകളും ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫ് എന്തുകൊണ്ട് അനഭിമതനായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല വിഷയങ്ങളും സർക്കാരിനെതിരെ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളിലും സണ്ണി ജോസഫ് കടുത്ത ശക്തമായ നിലപാടുകളെടുത്ത് സർക്കാരിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചില്ല. കാരണം ആ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണെന്ന വസ്തുത സണ്ണി ജോസഫിന് നേരത്തെ അറിയാമായിരുന്നു. ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ആരോപണങ്ങളൊക്കെ തന്നെയും 8 നിലയിൽ പൊട്ടിവീഴുന്ന, അല്ലെങ്കിൽ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുക എന്നതും നേരത്തെ അറിഞ്ഞു വച്ചുകൊണ്ടാണ് സണ്ണി ജോസഫ് ഇക്കാര്യങ്ങളിൽ ഇടപെടാത്തത് എന്നാണ് സണ്ണി ജോസഫിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്നത്. എന്നാൽ സണ്ണി ജോസഫിനെ അനുകൂലിക്കുന്ന ആളുകളുടെ എണ്ണം തുലവും കുറവാണ് കോൺഗ്രസിനുള്ളിൽ. സണ്ണി ജോസഫിനെ ഈ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം കഴിഞ്ഞ് ഉടനെ തന്നെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് VD സതീശനും അതുപോലെ തന്നെ കെ സുധാകരൻ്റെ ഒപ്പമുള്ള ആളുകൾ പറയുന്നത്. സണ്ണി ജോസഫിനെ മാറ്റി പകരം ബെന്നി ബെഹന്നാനെയോ മറ്റോ KPCC അധ്യക്ഷനായി നിയമിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ബെന്നി ബെഹന്നാനെ കൊണ്ടുവരണമെന്ന് KC വേണുഗോപാലിനും ആഗ്രഹമുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ KPCC ഭരണ സമ്പ്രദായം അല്ലെങ്കിൽ ഭരണ വ്യവസ്ഥ ആകെ തകിടം മറിഞ്ഞിരിക്കുകയാണ് ഈ കാലയളവിൽ. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ പാർട്ടിയുടെ അധ്യക്ഷനാണ്, പാർട്ടിയുടെ നേതാവിനാണ് കൂടുതൽ ബലം ലഭിക്കുക, അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ തരത്തിൽ ഭരണപക്ഷത്തെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്വം പാർട്ടിയുടെ നേതാവിനാണ്. പാർട്ടിയുടെ അനിഷേധ്യ നേതാവായ അധ്യക്ഷനാണ് വരുന്നത്. നിർഭാഗ്യവശാൽ ഇക്കുറി KPCC അധ്യക്ഷന് അങ്ങനെ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് വിമർശനം. അതുകൊണ്ട് തന്നെ KPCC അധ്യക്ഷനെ മാറ്റുക, KPCC അധ്യക്ഷനെ മാറ്റിക്കൊണ്ടുവേണം അടുത്ത അഴിച്ചുപണി നടത്താനെന്ന ചർച്ച പല വിഭാഗങ്ങളിലും പല തരത്തിലും KPCCക്കുള്ളിലും അതുപോലെ തന്നെ UDFനുള്ളിലും പ്രകമ്പനം സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഇലക്ഷനെ അഭിമുഖീകരിക്കുമ്പോൾ ഇലക്ഷന് അടുത്ത് വൻ വിജയമാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ഇവരിങ്ങനെ പലയിടങ്ങളിലും പലതരത്തിലും പ്രചരണമൊക്കെ നടത്തുന്നുണ്ടല്ലോ. പക്ഷേ ഇവർക്ക് വിജയം ലഭിക്കുകയില്ല എന്ന് അവരുടെ ഉൾപാർട്ടി പിരിവുകളിൽ വളരെ വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട്. പിണറായി വിജയനും ഇടതുമുന്നണി സർക്കാരിനും തുടർഭരണം ഉറപ്പാകുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് ഉണ്ടായിരുന്നതെന്ന വിലയിരുത്തലാണ് UDFിലെ പല കക്ഷികളും, ഈവൻ മുസ്ലിം ലീഗ് പോലും കരുതുന്നത്. അതിനെ പൊളിച്ചെടുക്കാൻ, ആ അപ്രമാദിത്വത്തെ, ഇടതുമുന്നണിയുടെ അപ്രമാദിത്വത്തെ പൊളിച്ചെടുക്കി സംസ്ഥാനമെങ്ങും ഒരു UDF തരംഗം കൊണ്ടുവരാനൊന്നും KPCC അധ്യക്ഷന് കഴിഞ്ഞില്ല എന്നാണ് വിമർശനം. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് മെയ് 4 പെട്ടിപ്പൊട്ടിച്ച് എണ്ണി തുടങ്ങുമ്പോൾ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിക്കുമോ വിജയിക്കില്ലയോ എന്നതൊക്കെ തൃശങ്കുവിൽ നിൽക്കുന്ന ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ പൊറാട്ട് നാടകം നമുക്കറിയാം. കോഴിക്കോട് വള്ളിമാട് കുന്നിലെ സ്കൂളിൽ, അതായത് ഇലക്ഷൻ്റെ രേഖകൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം തുറന്നു എന്നൊക്കെ പറഞ്ഞ് വിവാദമുണ്ടാക്കുന്നത് തന്നെ ഇതിന് ഉപോത്ബലകമായി മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും സണ്ണി ജോസഫിൻ്റെ കാര്യം കട്ടപ്പുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല.